പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു, ഒന്നും കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു. വീഡിയോ എടുക്കാം, ഞാൻ ഒരുങ്ങി വരാൻ നേരത്തിലല്ല ഇങ്ങോട്ട്. അവസാനം നമ്മൾ തന്നെ വ്ളോഗ് ചെയ്യാനും വേണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. വീടിൻ്റെ ഏകദേശം ഉൾവശം എന്നൊക്കെ പറയണത് ഏകദേശം എങ്ങനെയാണ്. സാധനങ്ങളൊന്നും വെച്ചിരിക്കുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഒക്കെ അവിടെയും ഇവിടെയും അലങ്കോലമായിട്ട് വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ എല്ലാം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ മ്യൂസിയം ഒന്നും അല്ലല്ലോ അങ്ങനെ ആൾക്കാർ വന്ന് തന്നെ കണ്ടിട്ട്. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൗസ് ടൂറാണ്. നമ്മുടെ വീട് നിങ്ങൾ ഒരുപാട് തവണ പലതവണ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എങ്കിലും ഒരു ഹൗസ് ടൂർ എന്ന രീതിയിലൊരു ഇഷ്ടംപോലെ വീഡിയോസ് ഇപ്പോൾ യൂട്യൂബിൽ കാണാനുണ്ടല്ലോ, അതുപോലെ ഒന്ന് നമുക്കും ചെയ്യാമെന്ന് കരുതി. ഇതേ കൂട്ടിനൊരാൾ വന്നിരിക്കുന്നുണ്ടോ? എന്താ വേണ്ടേ? രണ്ട് വീട് ഒരേപോലെ ഇരിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡ്. നിങ്ങൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും ഒരു ഹൗസ് ടൂർ എന്ന നിലയ്ക്ക് കാണിക്കണ്ടേ. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഗ്ലാസ് ഓപ്പൺ ചെയ്താൽ കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. ഇങ്ങനെയാണ് വീടിൻ്റെ സൈഡൊക്കെ. നമുക്ക് സൈഡിലൊന്നും ഒരുപാട് സ്ഥലങ്ങൾ കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് നടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പ്, അടിച്ചൊരു വൃത്തിയാക്കാനുള്ള ഒരു ഗ്യാപ്പ്. ഇതാണ് സെറ്റപ്പ്. മീറ്റർ ബോർഡ് കാര്യങ്ങളൊക്കെ അതേ ഇവിടെയാണ്. അപ്പോൾ നമ്മളിത് ഉള്ളിലോട്ട് കിടക്കുകയാണ്. കിടക്കുമ്പോൾ തന്നെ അമ്മ ദാ ഇവിടെ ഇരിക്കുന്നുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. ലൈറ്റ് ഇട്ടെങ്കിലേ ഉള്ളിൽ ഈ നേരത്തൊക്കെ കാണാൻ പറ്റുള്ളൂ. അമ്മ നിലത്താണ് കിടക്കുക, കാരണം നല്ല തണുപ്പാണല്ലോ. ഇത് വെളിച്ചുണ്ടോ? ആപ്പല്ലേ ലൈറ്റ് ഇട്ടോണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലിവിങ് റൂം എന്ന് പറയുന്നത്. ഇത് നമ്മുടെ കുട്ടിയുടെ എല്ലാവരുടെയും ഷൂ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കാണാൻ പറ്റും. എൻ്റെത് ഇവിടെ ഉണ്ട്. നമ്മുടെ ടി വി കാര്യങ്ങളൊക്കെ. ഇവിടെ നമ്മുടെ ഡൈനിങ് ടേബിള് കാര്യങ്ങളൊക്കെ നിങ്ങൾ 100 വട്ടം കണ്ടതാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന മുകളിലിരിക്കുന്ന സാധനങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. കാരണം നമ്മുടെ ഈ ഒരു അടിഭാഗത്ത് ഒരു കവറേജ് ആയിട്ട് ഒരു ഡോറ് പോലൊരു എന്താ പറയുക, ഗോഡൗൺ പോലെ ചില ആൾക്കാർ മറച്ച് കെട്ടും. അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളൊന്നും നമുക്ക് പ്രശ്നമില്ല. ഒരു ഗോഡൗൺ പോലെ സാധനങ്ങൾ അവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാം. നമ്മുടെ ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ വരുന്നതാണ് നമ്മുടെ അടുക്കള. ചില നേരത്തെ ഇവിടെ ലൈറ്റ് ഇട്ടെങ്കിലേ കാണുള്ളൂ, ഇല്ലെങ്കിൽ ഒന്നും കാണില്ല. അല്ലെങ്കിൽ നല്ല വെളിച്ചമാണ്. ഡോർ തുറന്ന് നല്ല വെളിച്ചമാണ്, കാരണം അത് പടിഞ്ഞാറായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. ഒരു ഡോറ് വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ഷെൽഫിനൊക്കെ. പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഇതാണ്. നമ്മളുടെ ചോയ്സ് എപ്പോഴും ഹെയർ എന്ന് പറയുന്ന ബ്രാൻഡാണ്. കാരണം AC ആണെങ്കിലും ഫ്രിഡ്ജ് ആണെങ്കിലും നല്ല കമ്പനിയാണ്. ഒരുപാട് കംപ്ലൈൻറ്റുകളും പ്രശ്നങ്ങളൊന്നും നമുക്ക് തന്നിട്ടില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ അടിയിൽ കാണാം ഡോർ വയ്ക്കാത്തതിൻ്റെ എല്ലാ പാത്രങ്ങളും നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മുടെ വാട്ടർ ഫിൽറ്റർ ചെയ്യുന്ന സാധനം. 3 എണ്ണം ഉണ്ട്. അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ഫിൽറ്റർ ചെയ്തിട്ട് വരും. സാധാരണ ഒരെണ്ണയിലേ ഉള്ളൂ ഫിൽറ്റർ ചെയ്യുന്ന സാധനം വയ്ക്കാറ്. പിന്നെ നമ്മുടെ മോട്ടർ ഇടാനുള്ള പരിപാടി സെറ്റപ്പാണ്. ഓക്കെ, നമുക്ക് സ്റ്റോറേജ് എന്ന് പറയുന്നത് നേരിട്ടിട്ട് നിറയ്ക്കുന്ന പോലെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിനകത്തോട്ട് നിറയ്ക്കും. പിന്നെ അവൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. ചൂടാക്കണമെങ്കിൽ ചൂടാക്കാം. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ ഡ്രൈ ആവാൻ വെക്കുന്ന സ്ഥലമാണ് അത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളൊന്നുമില്ല. ഒരു 100 രൂപകളൊന്നും കാണിക്കാൻ അടിയിലൊന്നുമില്ല. നമ്മുടെ അടിഭാഗം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെന്താ, അമ്മയുടെ റൂമാണ് അടുക്കളേൻ്റെ തൊട്ടടുത്തുള്ളത്. അവിടെ നമുക്ക് ലൈറ്റ് ഇടാതെ ഒന്നും കാണാൻ പറ്റില്ല. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഈ സാധനങ്ങൾ നോക്കണ്ട. എൻ്റെ എന്താ പറയുക, ഷർട്ട്, പാൻറ്റ്, ടീഷർട്ട് കാര്യങ്ങളൊക്കെ മടക്കി വെച്ചിരിക്കുന്നതാണ് ഈ സംഗതികളൊക്കെ. കാരണം ഇതിന് മുകളിൽ അമ്മ കിടക്കാറില്ല. അമ്മ താഴെ കിടക്കല്. അമ്മയ്ക്ക് താഴെ കിടക്കാനാണ് ഇഷ്ടം. നല്ല തണുപ്പുമാണ്, നല്ല സുഖമാണ്. മറ്റേത് ഈ ചൂടത്ത് ഇതിൻ്റെ മുകളിൽ കിടന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിലും അമ്മയ്ക്ക് നിലത്ത് കിടന്നാലേ ഉറക്കം വരും. ഇവിടെയും സെയിം ഇഷ്യൂ തന്നെയാണ്. ഒരു ഡോർ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷെൽഫ് നല്ല ക്ലോസ് ആയിട്ട് വൃത്തിയായിട്ടിരിക്കും. മേലെ അങ്ങനെയൊക്കെ തന്നെയാണ്. റാക്കിനും ഒരുപാട് ഡോറുകളുള്ള സാധനം വെക്കുകയാണെങ്കിൽ അതും കവർ ചെയ്ത് വൃത്തിയായിട്ടിരിക്കും. തുണി അലക്കിയതൊക്കെ ഉണക്കിയിട്ടത് ഇവിടെ വന്ന് വിരിച്ചിടും. കുറേ സംഗതികൾ മടക്കി വയ്ക്കും. ഇപ്പോൾ ഇത് നോക്കണ്ട, മടക്കി വെച്ചത് ഞാൻ തന്നെയാണ് തലങ്കോലായിട്ട് ഇട്ടിരിക്കുന്നത്. എനിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇടും, മാത്രമേ ഉള്ളൂ.
പിന്നെ ഈ ഒരു റൂമിന് ഇതേണ്ടി ഇവിടെ ഒരു ബാത്റൂമുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബാത്റൂമാണ്. നല്ല വെളിച്ചൊക്കെ ഉള്ളിലേക്ക് കിട്ടും. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. ലൈറ്റ് ഓഫ് ആക്കട്ടെ. മുകളിലേക്ക് പോകുമ്പോൾ അമ്മു അവിടെ കിടക്കുന്നുണ്ടായിരിക്കും. പുറത്ത് ചാടിയൊന്നാകും. എൻ്റെ വെള്ളം കുപ്പി ദിവസവും അത്യാവശ്യം നല്ലോണം വെള്ളം കുടിക്കണം എന്നുള്ളതുകൊണ്ട് വെള്ളത്തിനൊരു കുറവും വരുത്താറില്ല. ഹലോ ഹലോ ബേബി, എന്നെ പണിയിട്ടിരിക്കീങ്ക. ഇതാണ് നമ്മുടെ മേലത്തെ ലിവിങ് റൂം എന്ന് പറയാവുന്ന ഒരു സ്ഥലം. ഇവിടെ നമ്മുടെ അമ്മൂൻ്റെ ഒരു ഷെൽഫുണ്ട്. എഗെയിൻ അമ്മൂൻ്റെ അങ്ങനത്തെ ഒരു ഷെൽഫുണ്ട്. ഇതിനകത്ത് മൊത്തം കുട്ടിയുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇത് അമ്മൂൻ്റെ ഡ്രസ്സ് കാര്യങ്ങൾ. ഇതിലൊന്നും വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഇതിൻ്റെ മേളിലുണ്ട്. ഇതിൻ്റെ ഇവിടെയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. അടുത്തേക്ക് ഞാൻ പോകുന്നില്ല, കാരണം അത്രയ്ക്ക് സുഖകരമായിരിക്കില്ല കാണുന്ന കാഴ്ചകൾ. ഇത് കുഞ്ഞാവിൻ്റെ ടോയ്സ് സാധനങ്ങളൊക്കെയാണ്. അത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതേണ്ടി എല്ലാ ഐറ്റം സാധനങ്ങളും ഉണ്ട്. ഈ കൊട്ട മൊത്തം കുഞ്ഞാവിൻ്റെ ടോയ്സ് സാധനങ്ങളാണ്. പിന്നെ കോടി കയറി വന്ന ഉടനെ നമ്മുടെ കമ്പ്യൂട്ടർ റൂമാണ്. ഈ റൂമത്തെ അവസ്ഥ അതേണ്ടി ഇങ്ങനെയൊക്കെയാണ്. എന്തിനാണ് 2 കർട്ടനിട്ട് മൂടിയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഗ്രീൻ സ്ക്രീനൊക്കെ ഇട്ട് വീഡിയോ എടുക്കുന്ന സമയത്ത് പിന്നെ നിന്ന് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ സ്ക്രീനിൻ്റെ ഉപയോഗം മാറിപ്പോവും. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവാർഡ് സാധനങ്ങളൊക്കെ അമ്മു വാങ്ങിച്ച് കൂട്ടിയ സാധനങ്ങളും എൻ്റേത് യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ അങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കാണാം. ബാഗ്, പെട്ടി സാധനങ്ങൾ. ഈ പറഞ്ഞ പോലെ ഒരു ഡോറ് വെച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. മൊത്തം അലങ്കോലപ്പണികളൊന്നും നമുക്കവിടെ കാണില്ല. ഇവിടെയാണ് നമ്മൾ യൂട്യൂബിൻ്റെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുന്ന സ്ഥലം. കണ്ടോ, ഈ കുടയൊക്കെ അകത്ത് നമുക്ക് വലിയ 2 ബൾബുകളുണ്ട്. ഇതിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പവർഫുൾ ലൈറ്റുകളാണ്. അത്യാവശ്യം മുഖത്തേക്ക് നല്ല അടിച്ച് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് വട്ടം കണ്ടതാണ്. ബാത്റൂം ഇതേടി ഇങ്ങനെ വരും. അതൊരു ഇന്ത്യൻ ക്ലോസറ്റാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതധികം യൂസ് ചെയ്യാറൊന്നുമില്ല. ഹീറ്റർ വെക്കാനുള്ള പ്രൊവിഷനൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. വീടിൻ്റെ കുടിയിരിക്കലിന് ഹൗസ് വാമിങ്ങിന് വേണമെങ്കിൽ തന്നതാണെന്ന് പറയാം. അല്ലെങ്കിൽ ഞങ്ങളുടെ കല്യാണത്തിനാണ് തോന്നുന്നുണ്ട്. അത് അച്ഛൻ്റെ പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ്. ഇനി ബെഡ്റൂമിലേക്ക് പോവുകയാണെങ്കിൽ ഫാൻ ഓഫ് ചെയ്തില്ലെങ്കിൽ ഒന്നും കേൾക്കില്ല. ഇതാണിപ്പോൾ ബെഡ്റൂമിൻ്റെ അവസ്ഥ. ഇത് വിരിക്കാൻ ഞാൻ മറന്നുപോയി. അതിൻ്റെ മുകളിൽ ഉണക്കി കഴിഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഷെൽഫുണ്ട്. ഇതിനകത്തും പകുതി സാധനങ്ങൾ എൻ്റെയാണ്, പകുതി സാധനങ്ങൾ അമ്മൂൻ്റെയാണ്. അലക്കാനുള്ള തുണികളൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അലക്കി കഴിഞ്ഞ തുണികളാണ്. കുറച്ച് അതിൻ്റെ മുകളിൽ കിട്ടുന്നുണ്ട്. എല്ലാം മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എഗെയിൻ ഒരു 1-2 ഡോറുകൾ വെച്ച് കഴിഞ്ഞാൽ തീരും. അവിടുത്തെ കാഴ്ച മറയും. ഇതെല്ലാം മറിഞ്ഞു പോകും. ഇതെല്ലാം നമ്മുടെ സ്റ്റോറേജ് ഏരിയ പോലെയാണ്. ഗോഡൗൺ പോലെയാണല്ലോ പല വീടുകളിലും റാക്കൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നല്ല ചൂടാണ്. മേലത്തെ ഫ്ലോറാണ്, അതുകൊണ്ട് ഇത് ഓടിക്കൊണ്ടേയിരിക്കും. പിന്നെ വാവക്കുട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ താഴെ തന്നെ ആയിരിക്കും കിടക്കുക. ബെഡൊക്കെ നമ്മൾ താഴെ തന്നെ വിരിച്ച് കിടക്കും. കാരണം ഇതിൻ്റെ മുകളിൽ കിടത്തി കഴിഞ്ഞാൽ കുഞ്ഞാവിൻ്റെ കാര്യത്തിൽ ധൈര്യം പോരാ. അവൾ എന്താ പറയുക, ഈ ക്ലോക്കിൽ സൂചി തിരിയുന്ന പോലെ വട്ടം കറങ്ങും. കിടത്തിയ പോലെ ആയിരിക്കില്ല രാവിലെ. സോ ഇവിടെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യാറ്. നിരത്തിയാണ് കിടക്കും. നിലത്ത് വിരിച്ചിട്ട് കഴിഞ്ഞാൽ പേടിക്കാതെ കിടക്കാമല്ലോ. പിന്നെ ഇപ്പം എന്താ, നോർമലി ബാത്റൂമൊക്കെ എല്ലായിടത്തും ഉള്ള പോലെയൊക്കെ തന്നെ, വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് വ്ളോഗിൽ വരാം, പാർട്ടിസിപ്പേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു, ഒന്നും കണ്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്നെ പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു. വീഡിയോ എടുക്കാം, ഞാൻ ഒരുങ്ങി വരാൻ നേരത്തിലല്ല ഇങ്ങോട്ട് അവസാനം നമ്മൾ തന്നെ വ്ളോഗ് ചെയ്യാനും വേണം. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെ ഇത് ബാൽക്കണി. പിന്നെ നിങ്ങൾ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ടായിരിക്കും പുസ്തകങ്ങളൊക്കെ. അമ്മൂൻ്റെ പുസ്തകങ്ങൾ, കുട്ടിയുടെ, ഇതെല്ലാം ഇവിടെ അങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അടുക്കി വെക്കാനൊരു ബുക്ക് സ്റ്റാൻഡോ അല്ലെങ്കിൽ ബുക്ക് ഷെൽഫൊക്കെ വാങ്ങേണ്ടതാണ്. എനിവേ ഇതാണ് ബാൽക്കണി. നമ്മൾ പുറത്തുനിന്ന് കാണിച്ചില്ലേ, അത് തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കാറ്റൊക്കെ വരും. ഇതേ അമ്മൂൻ്റെ ബോർഡ് ഇവിടെയാണ് എഴുതിയിട്ട് കുട്ടികൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ക്ലാസ് എടുക്കുന്നത്. ഇതൊരു കുഞ്ഞു
പൂജാമുറിന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇതാണ് ഇതിനകത്തുള്ള സെറ്റപ്പ്. ഇവിടെ എല്ലാവരും ഉണ്ട്, ഒരു ദൈവത്തിനും കുറവില്ല. കണ്ടില്ലേ, ബുദ്ധൻ വരെ ഉണ്ട്. ബുദ്ധനല്ലേ ഇത്? അതന്നെ. ഇപ്പോൾ ട്യൂഷൻ ക്ലാസ് ഒന്നുമില്ല, ലീവ് ആയതുകൊണ്ട്, വെക്കേഷൻ ആയതുകൊണ്ട് ബോർഡിൽ വാവക്കുട്ടി വരച്ചിട്ടത് അതുപോലെ കിടക്കണമെന്ന്. പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതെൻ്റെ ഇങ്ങനെയൊക്കെയാണ്. അവിടെ കല്ലിട്ടിരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? ആ വീട്ടുകാർ ചെയ്ത പണിയാണ്. വഴിയിൽ കല്ലിട്ടിട്ട് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുക. ബാക്കിയുള്ളവർ പോകരുത്, കാണരുത്, കഷ്ടപ്പെടണം. വീടിൻ്റെ ഏകദേശം ഉൾവശം എന്നൊക്കെ പറയണത് ഏകദേശം എങ്ങനെയാണ്. സാധനങ്ങളൊന്നും വെച്ചിരിക്കുന്നത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഒക്കെ അവിടെയും ഇവിടെയും അലങ്കോലമായിട്ട് വലിച്ചു വാരിയിട്ടിരിക്കുകയാണ്. ഒതുക്കി വെച്ചാലും തിരിച്ച് പിന്നെ എടുക്കണം. അപ്പോൾ പിന്നെ കുറേ ഒതുക്കി വെച്ച് മടുത്തു. അപ്പോൾ പിന്നെ എല്ലാം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ മ്യൂസിയം ഒന്നും അല്ലല്ലോ അങ്ങനെ ആൾക്കാർ വന്നതിനെ കണ്ടിട്ട്. എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും തോന്നുന്നുണ്ട്. ഓവറായിട്ട് അടുക്കും ചിട്ടയിരിക്കുന്നത് എനിക്കും വലിയൊരു താല്പര്യമൊന്നുമില്ല. കുറച്ചൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആവണം. വീടല്ലേ, നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിയം ഒന്നും അല്ലല്ലോ. ഇതൊക്കെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ വീഡിയോ എങ്ങനെയുണ്ട്, വീടിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട്, ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ കമൻറ്റ് ചെയ്യുകൊണ്ടു. ഇഷ്ടപ്പെട്ടവർ ലൈക്കും ചെയ്യുകൊണ്ടു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബായ്.